ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോകൾ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വണ്ടർഫുൾ ഐഡിയാസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് വരട്ടിയതാണ്. പൊറോട്ടയുടെ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു. അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ബീഫ് വരട്ടിയതാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ ബീഫാണ്. 1/2 കിലോ ബീഫ് നന്നായി മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വെച്ചതാണിത്. പിന്നെ ഒരു 3 സവാള നൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് കീറിയത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ മല്ലിയില, കറിവേപ്പില. അതുകൂടാതെ ഇതിന് വേണ്ടത് ഇത്രയും പൊടികൾ ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും പൊടികളാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയും ഉപയോഗിക്കുക. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ചൂടാക്കിയ കുക്കറിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ അതിലേക്ക് അല്പം ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ച ഒനിയൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ വഴറ്റുമ്പോൾ അല്പം ഉപ്പ് ചേർത്ത് വഴറ്റുകയാണെങ്കിൽ അത് പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിനു വേണ്ടി ഞാൻ അല്പം ഉപ്പ് ചേർത്ത് വഴറ്റുകയാണ്. ഇപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ച ടൊമാറ്റോസ്, ഗ്രീൻ ചില്ലി, ജിഞ്ചർ ഗാർലിക് എന്നിവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി ചതച്ചാണ് ചേർക്കേണ്ടത്. ഇനി അവയെല്ലാം നന്നായി വഴന്ന് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കറിവേപ്പില, മല്ലിയില, പുതിനയില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവയെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഇനി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ പൊടികൾ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നല്ല സ്മെല്ല് വരുന്നത് വരെ നമ്മൾ വറുത്തെടുക്കണം. ഇപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്കിത് ഇനി ആദ്യം വഴറ്റി വെച്ച സവാള, തക്കാളി എന്നിവയുമായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നന്നായി പൊടികളും ഫ്രൈ ചെയ്ത് വെച്ച സവാളയും മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കഴുകി വെച്ച ഇറച്ചി കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി നമ്മളത് മിക്സ് ചെയ്തെടുക്കണം.
അല്പം കോക്കനട്ട് ഓയിൽ കൂടി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി എല്ലാ ഭാഗത്തും ആവുന്നത് വരെ യോജിപ്പിച്ച് കുറച്ച് വെള്ളം വേവാനായിട്ട് ഒഴിക്കണം. അതിന് മുമ്പായി അല്പം ഉപ്പ് ഇടാം. ആദ്യം നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അത് കണക്കാക്കി വേണം പിന്നീട് നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത്. ഇനി ആവശ്യത്തിന് അല്പം വെള്ളം ചേർത്താൽ മതി, അധികമാവരുത്. വരട്ടിയ പോലെയാണ് നമുക്ക് കറി കിട്ടേണ്ടത്. അതിന് ആവശ്യമുള്ള വേവാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ചേർക്കുക. ഇപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല തിള വരുന്നുണ്ട്. നമുക്കിത് അടച്ച് വെച്ച് നന്നായി വേവുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. നമുക്കത് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. നന്നായി ഇളക്കിയതിന് ശേഷം വേണം നമ്മൾ സെർവ് ചെയ്യാനായിട്ട്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. ഇത് അടിപൊളി കറിയാണ്. പൊറോട്ടയുടെ കൂടെയും ചോറിന് കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കറിയാണ്. ഇത് ഏറ്റവും ബെസ്റ്റ് പൊറോട്ടയുടെ കൂടെ കഴിക്കാനാണ്. എല്ലാവരും വീട്ടിൽ ഇത് തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണും വരേക്കും ബായ്. താങ്ക് യു.